ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ അക്വേറിയത്തിന് ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അത് കാണുന്ന പോലെ തന്നെ ഒരു ഓൺലൈൻ മേടിച്ചിട്ട് ചെറിയൊരു ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൽ കൂടി വെള്ളം കയറി ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫിൽറ്റർ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ തന്നെ ഫ്ലോ ആവുന്നൊരു സംഭവമാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത്രയും കൂടി വലിയത്, ഈ ഒരു വലിയ അക്വേറിയം ആയതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ ഫിൽറ്റർ പറ്റില്ല. 2 ഹോളുണ്ട്. ഇതിൽ നമ്മളൊരു എൽ ക്ലാമ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൽ ക്ലാമ്പ് അത് നമുക്ക് ഇവിടെ അക്വേറിയം ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും മേടിക്കാൻ. പിന്നെ അതിൽ താഴത്തേക്ക് നമ്മളൊരു മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ ഓഫ്ലൈൻ തന്നെ മേടിച്ചൊരു മോട്ടറാണ്. ഇത് 2 മീറ്റർ ഹൈറ്റ് വരെ പമ്പ് ചെയ്യുന്ന ടൈപ്പ് ഒരു മോട്ടറാണ്. ഫിൽറ്ററിന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 3 ഇഞ്ചിൻ്റെ പൈപ്പാണ്, 1.5 അടി നീളമുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എൻഡ് ക്യാപ്പ് എടുത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ അതിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ടാപ്പൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് എറാൾഡേറ്റ് എന്ന് പറഞ്ഞ പശ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ നമ്മൾ സെയിം 3 ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ആ ഒരു കഷ്ണം ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ചെറിയ 3 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം പൈപ്പ് കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് പശ വെച്ച് എറാൾഡേറ്റ് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്കിതിൽ ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫിൽറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ എൽ ക്ലാമ്പ് ഉപയോഗിച്ച് എല്ലായിടത്തും കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ സ്ക്രൂ കൊടുത്ത് അത് ഹാങ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, ഇടയ്ക്ക് ഫിൽറ്റർ ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മളിന്ന് പെയിൻ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫിൽറ്ററിന് വേണ്ടുള്ള ഐറ്റംസ് ഇടാൻ പോവുകയാണ്. ആദ്യം തന്നെ ബയോ റിങ്സാണ് നമ്മളിടുന്നത്. അപ്പോൾ അത് പാക്കറ്റോടുകൂടി തന്നെ ഇടുകയാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് നല്ല തിക്കായിട്ടുള്ള സ്പോഞ്ചാണ് നമ്മളിടുന്നത്. ഇത് നല്ല തിക്കായതുകൊണ്ട് തന്നെ ഒട്ടും അഴുക്കും തന്നും താഴേക്ക് പോവില്ല. പിന്നെ ഇടാൻ പോകുന്നത് നമ്മുടെ നോർമൽ ഫിൽറ്റർ സ്പോഞ്ചാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ബയോ ബോൾസാണ് ഇടുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ അവിടെ നിന്ന് ഫിൽറ്ററിൽ നിന്ന് വരുന്ന ഒരു ഹോസ്. അപ്പോൾ നമ്മളത് ഇതുപോലെ ഹോളിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ടത് എൻ ക്യാപ്പ് വെച്ച് അടച്ചേക്കാണ്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഒരു പൈപ്പിൻ്റെ പൈപ്പിൻ്റെ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മളിതുപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.